നമസ്കാരം. 2025 മാർച്ച് 2 തീയതി മുതൽ ഏറ്റവും അധികം ഭാഗ്യം വന്നു ചേരുന്ന 5 നക്ഷത്രജാതകരുണ്ട്. ഇവരുടെ ജീവിതം മാറും, കത്തിജ്വലിക്കും. ഈ നക്ഷത്രജാതകർ സകലവിധ സങ്കടങ്ങളും മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുന്നു ഈ നക്ഷത്രജാതകർ. ഇനി ഇവരുടെ സകല പ്രയാസങ്ങളും മാറാൻ പോവുകയാണ്. സ്വപ്രയത്നം കൊണ്ട് ജീവിതത്തിൽ രക്ഷപ്പെടുന്നവർ തന്നെയാണ് ഈ നക്ഷത്രജാതകർ. അതിസമർത്ഥരാണ്. എല്ലാ രീതിയിലും ഉയർച്ച ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരാൻ പോവുകയാണ്. ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും. അങ്ങനെയുള്ള 5 നക്ഷത്രജാതകർ മാർച്ച് 2 തീയതി മുതൽ ഇവരുടെ ഭാഗ്യത്തിൻ്റെ തുടക്കമാണ്. കത്തിജ്വലിക്കുക തന്നെ ചെയ്യും ഈ നക്ഷത്രജാതകർ. തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടാൻ പോവുകയാണ്. ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടാൻ പോവുകയാണ്. അതിലാദ്യത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് കഷ്ടതകളിലൂടെ കടന്നു പോകുന്ന സമയം തന്നെയായിരുന്നു. എന്നാൽ ആ കഷ്ടതകളൊക്കെ മാറി നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും അവർ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ്. ഞാൻ ഈ പറയുന്ന കാര്യം അച്ചട്ടായിരിക്കും. ഈ കാര്യം ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിരിക്കും. അത്രയധികം നേട്ടത്തിലേക്കാണ്, അല്ലെങ്കിൽ അത്രയധികം നല്ല ഒരു സമയത്തിലേക്കാണ് കാർത്തിക നക്ഷത്ര ജാതകർ കടന്നെത്തിയിരിക്കുന്നത്. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറാൻ പോവുകയാണ്. എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഇവരെ തേടി വരും. ഭാഗ്യക്കുറിയൊക്കെ എടുക്കുന്നവരാണ് എങ്കിൽ ഒരു കുഞ്ഞു സമ്മാനമെങ്കിലും ഇവർക്ക് അടിക്കാനുള്ള സാധ്യതയൊക്കെ ഇവരിൽ കാണുന്നുണ്ട്. ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയും. കുറേ കാലമായി തൊഴിൽ തടസ്സം നേരിട്ടവർക്ക് തൊഴിലൊക്കെ ലഭിക്കാൻ കഴിയുന്ന സമയമാണ്. അപ്രതീക്ഷിതമായ പല വിജയങ്ങളും ഇവരെ തേടി വരും. പല വഴികളിലൂടെ ധനലാഭം ഉണ്ടാകും. കുടുംബ പ്രശ്നങ്ങളെ നയപരമായി പരിഹരിക്കണം. ചതിവ് പറ്റാതെ നോക്കണം. അന്യരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് മനോദുഃഖം വാങ്ങരുത്. അങ്ങനെ ചില കാര്യങ്ങൾ കൂടി ഈ നക്ഷത്രജാതകർ ശ്രദ്ധിക്കുക. ഏതായാലും വരാനിരിക്കുന്ന സമയം വളരെയേറെ അഭിവൃദ്ധിയുടേതാണ്, വളരെയേറെ നേട്ടത്തിൻ്റേതാണ്. കാർത്തിക നക്ഷത്രജാതകരുടെ എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടാൻ പോകുന്നു. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വഴിപാടുകൾ മറന്നിട്ടുണ്ട് എങ്കിൽ ആ വഴിപാടുകൾ നിങ്ങൾ ഓർക്കുന്നു എങ്കിൽ ആ വഴിപാടുകൾ ചെയ്യണം. അതായത് നമ്മൾ നടക്കണമെന്ന് ആഗ്രഹിച്ച് ചില വഴിപാടുകളൊക്കെ നമ്മൾ നേരും. എന്നാൽ പിന്നീട് എപ്പോഴെങ്കിലും അത് നമ്മൾ മറന്നു പോകും. നമ്മൾ പിന്നെ അത് ഓർക്കില്ല. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഒരു ജ്യോതിഷനെ കാണുമ്പോഴായിരിക്കും നമ്മൾ ആ വഴിപാടുകളെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അങ്ങനെയുള്ള വഴിപാടുകൾ മുടക്കമുണ്ടെങ്കിൽ നമുക്ക് ഒരു രീതിയിലും ഒരു ഗതി ഉണ്ടാകില്ല. നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ വലിയ തടസ്സങ്ങൾ നേരിടുന്നതായി അറിയുവാൻ സാധിക്കും. ആ തടസ്സങ്ങളൊക്കെ മാറണമെങ്കിൽ നിങ്ങൾ കുറച്ച് പണം, അതായത് കുറച്ച് നാണയങ്ങൾ എടുക്കുക. അതിനുശേഷം അത് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ സമർപ്പിക്കുക. അങ്ങനെ കുറച്ച് പണമെടുത്ത് തെറ്റുപണമായി അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ആ നേർച്ചക്കടം മാറിക്കിട്ടുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും കടമുണ്ടെങ്കിൽ കുറച്ച് നാണയമെടുത്ത് തെറ്റുപണമായി മനസ്സിൽ സങ്കല്പിച്ച് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുക. അത് എല്ലാ നക്ഷത്രജാതകർക്കും ചെയ്യാവുന്ന കാര്യമാണ്. ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും. കുടുംബത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ, വഴക്കുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും. നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടുവാൻ ഇത് ചെയ്യുക. ഏതായാലും കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇവരുടെ കഷ്ടകാലങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇവരുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ്. ധനം ധാരാളം വന്നു ചേരുന്ന സമയമാണ്. ആശിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ്. എല്ലാവിധ കഷ്ടകാലങ്ങളും ഈ മാർച്ച് 2 മുതൽ ഇവർക്ക് മാറിക്കിട്ടും. ഇനി ഉയർച്ച വന്നു ചേരും. ആഗ്രഹങ്ങൾ സഫലമാകുന്ന സമയമാണ്. രണ്ടാമത്തെ നക്ഷത്രം മകം നക്ഷത്ര ജാതകർ തന്നെയാണ്. മകം നക്ഷത്ര ജാതകർക്കും ഇനി അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും അതീവ സമ്പൽ സമൃദ്ധിയുടെയും സമയമാണ്. ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് പേരുദോഷങ്ങൾ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ മാറാൻ പോവുകയാണ്. ധനപരമായിട്ടുള്ള നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടും.
ഇനി സന്തോഷിക്കാൻ വക നൽകുന്ന ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. എല്ലാ രീതിയിലും നേട്ടമാണ്, ഉയർച്ചയാണ്. തിങ്കളാഴ്ച ദിവസം രാവിലെ 6 മുതൽ 7 വരെ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറും. അത് എല്ലാ നക്ഷത്ര ജാതകർക്കും ചെയ്യാം. കുറച്ച് പച്ചരി എടുക്കുക, അതിലൊരു മഞ്ഞൾ വെക്കുക, അതൊരു കുപ്പിയിലിട്ടതിന് ശേഷം ചന്ദ്രഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങളുടെ സകല ദുഃഖങ്ങളും സകല ദുരിതങ്ങളും ഇനി ഒരുപാട് സമ്പൽ സമൃദ്ധി വന്നു ചേരണമെന്ന് ആഗ്രഹിച്ച് മനസ്സിൽ എന്തെങ്കിലും സ്വപ്നം കണ്ടുകൊണ്ട്, എന്തെങ്കിലും നടക്കേണ്ട സ്വപ്നം കണ്ടുകൊണ്ട് അത് നിങ്ങളുടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ വൃത്തിയുള്ള ഒരു ഭാഗത്ത് വെക്കുക. അത് നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറ്റി നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് നടത്തിത്തരും. ചെയ്യേണ്ടത് തിങ്കളാഴ്ച ദിവസമാണ്. രാവിലെ 6 മുതൽ 7 വരെയാണ് ഇത് ചെയ്യേണ്ടത്. ചന്ദ്രഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പച്ചരി, ഒരു കഷ്ണം മഞ്ഞൾ, ഇത് ഒരു കുപ്പിയിലാക്കി ചന്ദ്രഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പൂജാമുറിയിൽ വയ്ക്കുക. അത് എല്ലാ നക്ഷത്ര ജാതകർക്കും ചെയ്യാവുന്ന കാര്യമാണ്. ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുവാൻ ഇത് കാരണമാകും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടും. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും. നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും. അല്പം പച്ചരി എടുക്കുക, അതിനുശേഷം അല്പം മഞ്ഞളിൻ്റെ 2 കഷ്ണം എടുത്താൽ മതി. ഈ കഷ്ണം എടുത്തതിന് ശേഷം ഒരു കുപ്പിയിൽ അടയ്ക്കുക. അടച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ പൂജാമുറിയിൽ ഇത് വയ്ക്കുക. ചന്ദ്രഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് വേണം ചെയ്യാൻ. അതിനുശേഷം ഈ മഞ്ഞളും ഈ പച്ചരിയും അവിടെ തന്നെ ഇരുന്നോട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് സമ്പൽ സമൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ആ ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടുവാൻ കാരണമാകും. ജ്യോതിഷപരമായി ചിന്തിച്ചാൽ ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കും കടക്കുന്ന സമയമാണ് മകനക്ഷത്ര ജാതകർ. മകത്തിൻ്റെ എല്ലാ ദുഃഖങ്ങളും അവസാനിക്കാൻ പോവുകയാണ്. മകത്തിൻ്റെ ഭാഗ്യസമയം ആരംഭിക്കുകയായി. ഇത് അച്ചട്ടായിരിക്കും, യാതൊരു സംശയവും വേണ്ട. ഇത് എഴുതി വെച്ചോ, നിങ്ങളുടെ ഡയറിയിൽ കുറിച്ചോ. മകത്തിൻ്റെ ഏറ്റവും ഭാഗ്യത്തിൻ്റെ സമയം തന്നെയായിരിക്കും ഇത്. നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും. അത്രയധികം ഭാഗ്യത്തിലേക്കാണ്, അത്രയധികം നേട്ടത്തിലേക്കാണ് നിങ്ങൾ എത്തുന്നത്. അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. തിരുവാതിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ഏറെ തടസ്സങ്ങൾ തന്നെയായിരുന്നു. എന്ത് ചെയ്താലും അതിനൊന്നും ഒരു ഫലം കിട്ടാത്ത അവസ്ഥ, അല്ലെങ്കിൽ എന്ത് കാര്യത്തിന് പുറപ്പെട്ടാലും അവിടെയൊക്കെ തടസ്സങ്ങൾ നേരിടുന്ന സമയം. എന്നാൽ ഈ തടസ്സങ്ങളൊക്കെ മാറാൻ പോവുകയാണ്. ഈ തടസ്സമൊക്കെ മാറി ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു നിറയാൻ പോവുകയാണ്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കാൻ പോവുകയാണ്. തൊഴിൽ തടസ്സമാണെങ്കിലും നിങ്ങളുടെ വിദ്യാ തടസ്സമാണെങ്കിലും അതൊക്കെ മാറാൻ പോവുകയാണ്. ഒരുപാട് അഭിവൃദ്ധിയും ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം. ധനപരമായിട്ടുള്ള നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും. നവഗ്രഹ പ്രീതി നടത്തുക. വിഷ്ണുവിൻ്റെ അവതാരമൂർത്തികൾക്ക് വിളക്ക്, മാല, നിവേദ്യം, വൃദ്ധർക്ക് ദാനം, ഇതൊക്കെ ചെയ്യുക. ഇതൊക്കെ നമുക്ക് ഒരുപാട് അഭിവൃദ്ധിയും നേട്ടവും ഭാഗ്യവും വന്നു ചേരുവാൻ കാരണമാകും. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ്. ആശിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കും. അതുപോലെ ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട്. ചിട്ടി അടിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. ഒരു ലോണിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ലോണൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും തിരുവാതിര നക്ഷത്ര ജാതകർക്ക് അവരുടെ ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമ്പൽ സമൃദ്ധിയുടെയും സമയം ആരംഭിച്ചു കഴിഞ്ഞു. ഇനി നേട്ടമാണ്, ഇനി ഭാഗ്യമാണ്, ഇനി ഉയർച്ചയാണ്. ദേവീഭക്തരാണ് എങ്കിൽ അമ്മേ നാരായണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. ഭാഗ്യത്തിലേക്ക് കടക്കും, നേട്ടത്തിലേക്ക് പോകും. ഒത്തിരി നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും. അടുത്ത നക്ഷത്രം മകയിരം നക്ഷത്രമാണ്. മകയിരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ 1.5 വർഷക്കാലമായി ഇനി അനുഭവിക്കാൻ ഒന്നുമില്ല എന്ന് തന്നെ പറയാം. അത്രയേറെ അനുഭവിച്ചു ഈ നക്ഷത്ര ജാതകർ. ഒരുപാട് തടസ്സങ്ങളായിരുന്നു. ഒരു രീതിയിലും ഒരു സമൃദ്ധിയോ സന്തോഷമോ ഒന്നും ജീവിതത്തിൽ വന്നു ചേർന്നിട്ടില്ല. പല രീതിയിലും ബുദ്ധിമുട്ടി, പല ആൾക്കാരും ഇവരെ ദ്രോഹിച്ചിട്ടുണ്ട്. എന്നാൽ അതൊക്കെ മാറാൻ പോവുകയാണ്. ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും പോകും. ഈ പറയുന്ന കാര്യങ്ങൾ അച്ചട്ടായിരിക്കും.
നിങ്ങൾ ആലോചിച്ചോളൂ, നിങ്ങൾ ഒത്തിരി അനുഭവിച്ചില്ലേ, ഒത്തിരി ദുഃഖങ്ങൾ പേറിയില്ലേ? ഇനി അതൊക്കെ മാറാൻ പോവുകയാണ്. ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതം മാറി എല്ലാ രീതിയിലും രക്ഷപ്പെടുവാനുള്ള ഒരു സമയം നിങ്ങൾക്ക് തെളിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾ രക്ഷപ്പെടുന്ന സമയമായിരിക്കും. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളെയൊക്കെ വെച്ച് ഏറ്റവും അധികം നേട്ടം നിങ്ങൾക്കായിരിക്കും. കുടുംബത്തിൻ്റെ നാഥൻ തന്നെയായിരിക്കും നിങ്ങളായിരിക്കും ഇനി എല്ലാം. നിങ്ങളുടെ വിജയം കണ്ട് മറ്റുള്ളവർ അന്താളിച്ചു പോകുന്ന ഒരു അവസ്ഥ വരെ വന്നു ചേരും. അത്രയധികം ഭാഗ്യത്തിലേക്കാണ് നിങ്ങൾ എത്തുന്നത്. ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അവിടെ വടമാലയൊക്കെ നടത്തി പ്രാർത്ഥന നടത്തുക. വിഷ്ണുവിൻ്റെ അവതാരമൂർത്തിക്ക് വിളക്ക്, മാല, നിവേദ്യം, വൃദ്ധർക്ക് ദാനം ഇതൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് കഴിയും. അടുത്ത 5-ാമത്തെ നക്ഷത്രം പുണർതമാണ്. പുണർത നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഷ്ടകാലങ്ങൾ നീങ്ങുന്ന സമയം. ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്ന പുണർത നക്ഷത്ര ജാതകർക്ക് അത് ലഭ്യമാകുന്ന സമയം. ഇപ്പോൾ എത്ര കഷ്ടപ്പെട്ടാലും നിങ്ങളൊരു ജോലി വാങ്ങിയിരിക്കും. അത് നിങ്ങളുടെ ഒരു ആവശ്യകതയാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു ആവശ്യകതയുണ്ട് ഒരു ജോലിയുടെ. അത് ഈ ഒരു സമയത്ത് നിങ്ങൾ ശ്രമിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ജോലി കിട്ടുന്ന സമയമാണ്. നേട്ടങ്ങൾ ഒരുപാട് കൊയ്യാൻ കഴിയുന്ന സമയമാണ്. അതുപോലെ തന്നെ ലോട്ടറി ഭാഗ്യം, അതുപോലെ നിങ്ങൾക്കൊരു വലിയ ലോണിനൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫലവത്താകുന്ന സമയം, ചിട്ടി അടിക്കുന്ന സമയം, അങ്ങനെ എല്ലാ തലത്തിലും നിങ്ങൾക്ക് ഉയർച്ച വന്നു ചേരും. അയ്യപ്പസ്വാമിയുടെ ഒരു അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. അങ്ങനെ നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ജീവിതത്തിലെ സകല പ്രതിസന്ധികളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തിച്ചേരും. മനസ്സമാധാനവും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാകും. ആഗ്രഹിച്ചതെന്താണോ അതൊക്കെ കൊയ്യുവാൻ നിങ്ങൾക്ക് സാധ്യമാകും. അത്രയധികം ഭാഗ്യത്തിലേക്ക്, അത്രയധികം ഉയർച്ചയിലേക്കാണ് നിങ്ങൾ എത്തുന്നത്. ഇത് നോക്കിക്കോ, ഇത് നിങ്ങൾ കുറിച്ചു വെച്ചോളൂ. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയമാണ്. ഞാൻ ഈ പറഞ്ഞ 5 നക്ഷത്ര ജാതകർക്കും മാർച്ച് 2 ശേഷം ഏറ്റവും അധികം ഭാഗ്യമാണ്. ഏറ്റവും അധികം ഉയർച്ചയിലേക്കാണ് ഇവർ എത്തുന്നത്. ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടാൻ പോവുകയാണ്. വഴിപാടുകൾ മറക്കരുത്. അങ്ങനെ ഏതെങ്കിലും വഴിപാടുകൾ മറന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നടക്കണമെന്ന് ആഗ്രഹിച്ച് നടന്നിട്ട് നിങ്ങൾ ആ വഴിപാട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തെറ്റുപണമായി ശിവക്ഷേത്രത്തിൽ കുറച്ച് പണമെടുത്ത് വഞ്ചിയിൽ നിക്ഷേപിക്കുക. അത് തെറ്റുപണമായി കണക്കാക്കി നിങ്ങളുടെ സകല ദുഃഖങ്ങളും മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും സമ്പൽ സമൃദ്ധിയിലേക്കും പോകും. അതുപോലെ തന്നെ പച്ചരിയും മഞ്ഞളും ഒരു കുപ്പിയിലാക്കി ചന്ദ്രഭഗവാനെ ധ്യാനിച്ച് തിങ്കളാഴ്ച ദിവസം 7 മണിക്ക് നിങ്ങളുടെ പൂജാമുറിയിൽ വയ്ക്കുക. സൗഭാഗ്യമായിരിക്കും, നേട്ടമായിരിക്കും. നന്ദി, നമസ്കാരം.